എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകൾ ഏറെ ദുഷ്കരമായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒരുപാട് കാലമായി വിവിധ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് പിണറായി വിജയൻ ജയിലിൽ അടയ്ക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം അത്രമാത്രം തോന്നിവാസങ്ങളാണ്, അത്രമാത്രം തെമ്മാടിത്തങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിണറായി വിജയൻ ഇവിടെ കാട്ടിക്കൂട്ടിയത്. ഞാനിങ്ങനെ പറയാൻ കാരണം, ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് CMRL എം ഡി ശശിധരൻ കർത്തയുടെ ഒരു മൊഴിയാണ് കേട്ടോ. ശശിധരൻ കർത്ത EDക്ക്, അതായത് 2024 ഏപ്രിൽ മാസത്തിൽ ഈ ED അന്വേഷണവുമായി ബന്ധപ്പെട്ട ECR തയ്യാറാക്കുന്നതിന് തൊട്ടു മുമ്പ് ED ഉദ്യോഗസ്ഥന്മാർ ശശിധരൻ കർത്തയുടെ മൊഴിയെടുത്തിരുന്നു. ആ മൊഴിയിൽ ശശിധരൻ കർത്ത വളരെ കൃത്യമായി പറയുന്നുണ്ട്, പിണറായി വിജയന്റെ മകൾ വീണ വിജയന് മാസപ്പടിയായി മാസം തോറും 5 ലക്ഷം രൂപ വീണയുടെ അക്കൗണ്ടിലേക്കും 3 ലക്ഷം രൂപ വീണയുടെ ഈ തട്ടിപ്പ് കമ്പനിക്കും ഞാൻ കൊടുത്തത് ഒരു സേവനവും നൽകാതെയാണ് എന്ന് ശശിധരൻ കർത്ത വ്യക്തമായി പറയുന്നു. ആ റിപ്പോർട്ട്, അല്ലെ ആ മൊഴിപ്പകർപ്പാണ് ഇപ്പോൾ കുറച്ചു മുമ്പ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടായിരുന്നല്ലോ ഈ ഒരു വിവാദത്തിന് തുടക്കം കുറിച്ചത്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മകൾക്ക് മാസപ്പടി കൊടുത്തു എന്നായിരുന്നു അതിൽ പറഞ്ഞത്. മാത്രവുമല്ല, അതില് അന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ റിപ്പോർട്ടിന് ആധാരമായ ഇൻകം ടാക്സ് അധികൃതരുടെ പരിശോധനയിൽ ശശിധരൻ കർത്തായുടെ ഡയറി കണ്ടെത്തിയിരുന്നു. ആ ഡയറിയിൽ PV മുതൽ OC മുതൽ KC അങ്ങനെ ഒരുപാട് PK അങ്ങനെ ഒരുപാട് ഇനീഷ്യലുകൾ അതിലുണ്ടായിരുന്നു. അതിൽ PVക്ക് ഏറ്റവും കൂടുതൽ കോടികൾ കോഴയായി കൊടുത്തത് അല്ലെങ്കിൽ കൈക്കൂലിയായി കൊടുത്തത് എന്നുള്ള രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലും പുറത്തു വന്നിരുന്നു. ആ PV ഞാനല്ല എന്നൊക്കെ ഈ PV പറഞ്ഞിരുന്നെങ്കിലും ശശിധരൻ കർത്ത വളരെ കൃത്യമായി അക്കാലത്ത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മൊഴി നൽകിയിരുന്നു. ആ PV ആര് തന്നെയാണ്? പിണറായി വിജയൻ തന്നെയാണ്. അതൊരു പഴയ കഥ. ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് ഏറ്റവും പുതിയ 2024 ഏപ്രിലിൽ EDക്ക് വീണ്ടും ശശിധരൻ കർത്ത മൊഴി നൽകുകയാണ്. വീണ വിജയന് ഈ പൈസ കൊടുത്തത് എത്ര? 2.78 കോടി രൂപ. ചില്ലറ പൈസ ഒന്നും ഇല്ല കേട്ടോ. 2.78 കോടി രൂപ വീണ വിജയന് കൊടുത്തത് ഒരു സേവനവും നൽകാതെ ആരെ പ്രീതിപ്പെടുത്താൻ? പിണറായി വിജയനെ പ്രീതിപ്പെടുത്താനാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഈ മൊഴിപ്പകർപ്പ് ED ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുമ്പാകെ സമർപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ, വീണയുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നല്ലോ. അതായത് പിണറായി വിജയന്റെ വീടും പരിസരങ്ങളൊക്കെ ED ഉദ്യോഗസ്ഥന്മാർ ചെന്ന് കണ്ട് അതിന്റെ ഫോട്ടോ പകർത്തി ഇത് സംബന്ധിച്ച് ഇതിന്റെ ആധാരങ്ങളും ഇതിന്റെ രേഖകളുടെ ഒക്കെ പകർപ്പുകൾ വില്ലേജ് ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി വീണയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ വിശദാംശങ്ങളും ED ഉദ്യോഗസ്ഥന്മാർ ശേഖരിച്ചു എന്നൊക്കെ ഏതാണ്ട് 2 ആഴ്ച മുമ്പ് നമ്മൾ അറിഞ്ഞിരുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, വീണയുടെ പേരിലുള്ള ഈ സ്ഥലം, ഈ സ്വത്ത് ഇത് കണ്ടുകെട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അന്നേ പറഞ്ഞിരുന്നത്. ഇതിപ്പോ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ സ്വത്ത് കണ്ടുകെട്ടലിന്റെ ഭാഗമായി, വീണയുടെ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടലിന്റെ ഭാഗമായി, അപ്പൊ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, വീണയുടെ ബാങ്ക് അക്കൗണ്ട് നേരത്തെ മരവിപ്പിച്ചിരുന്നു കേട്ടോ. വീണയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു. അതിന് എത്രയാണ്? 16 ലക്ഷം രൂപയോ അങ്ങനെ എന്തോ എന്നാണ് അന്ന് കണ്ടെടുത്തത്. മൊത്തം ഏതാണ്ട് 24 കോടിയട്ടം ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ മരവിപ്പിക്കപ്പെട്ടിരുന്നു. അത് ഒരു പഴയ കഥ. ഏറ്റവും പുതിയ വിവരമാണ് ഇത്. 2024 ഏപ്രിൽ മാസത്തിൽ നൽകിയ കർത്തായുടെ ഈ മൊഴി. അപ്പൊ ഇത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ ഈ സ്വത്ത് കണ്ടുകെട്ടലിന്റെ മുന്നോടിയായി ED സമർപ്പിച്ച രേഖകളിൽ ഇതുമുണ്ട്. അപ്പൊ ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ ആ ഒരു ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് ED ചെയ്യാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 12 പേർക്കെതിരെയാണ് ഈ സ്വത്ത് കണ്ടുകെട്ടാനുള്ള ഒരു നടപടികൾ എടുക്കുന്നത്. അതിൽ വീണ വിജയനെ വിളിക്കും. വീണ വിജയനുമായി ഒരിക്കൽ കൂടി ഇക്കാര്യങ്ങൾ ഇതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയും. അത് കഴിഞ്ഞിട്ടായിരിക്കും സ്വത്ത് കണ്ടുകെട്ടൽ ഉണ്ടാകുക. അതൊരു ഭാഗത്ത് നടക്കും. വീണയെ അറസ്റ്റ് ചെയ്യും, വീണയെ ജയിലിലാക്കും എന്നുള്ളതൊക്കെ അതിന്റെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായി നടക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ ഒരു മൊഴിയിൽ
വീണ അല്ല യഥാർത്ഥ പ്രതി എന്നും യഥാർത്ഥ പ്രതി പിണറായി വിജയനുമാണെന്നുള്ള സൂചനയാണുള്ളത്. കാരണം വീണക്ക് ഈ 2.78 കോടി രൂപ നൽകി എന്നുള്ളത് വീണ ഒന്നും ചെയ്യാതെയാണ് എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? പിണറായി വിജയന് വേണ്ടിയിട്ടാണെന്ന് വ്യക്തമായ സൂചനയാണ്. പിണറായി വിജയനോടുള്ള ബന്ധം കൊണ്ടാണ്, അല്ലെങ്കിൽ പിണറായി വിജയനോടുള്ള പിണറായി വിജയന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഈ പണം കൊടുത്തത് എന്നാണ് ശശിധരൻ കർത്ത പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മള് പലരും ഈ രീതിയിലുള്ള ഒരു വ്യാഖ്യാനം നൽകിയിരുന്നു. വീണയല്ല യഥാർത്ഥത്തിലുള്ള പ്രതി ആരാണ്? പിണറായി വിജയനാണ്. അപ്പൊ ആ രീതിയിലേക്കാണ് ഇഡിയുടെ അന്വേഷണം പോകുന്നത്. അപ്പൊ വീണയെ ഈ അടുത്ത് തന്നെ വീണയെ മൂന്നാം വട്ടവും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വത്ത് കണ്ടുകെട്ടൽ പരിപാടിയൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ തീർച്ചയായും പിണറായി വിജയന് നോട്ടീസ് വരും. പിണറായി വിജയനെ വിളിപ്പിക്കും. പിണറായി വിജയന്റെ മൊഴിയെടുത്തു കഴിഞ്ഞാൽ, പിണറായി വിജയനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം ഇത് ശശിധരൻ കർത്ത കൊടുത്ത ഒരൊറ്റ മൊഴിയെടുപ്പ് മാത്രമല്ല കേട്ടോ, ഇതിലുണ്ട്. മാത്രമല്ല ഈ മൊഴി 2024 ഏപ്രിലിൽ ശശിധരൻ കർത്ത പറയുന്ന ഈ കാര്യം കഴിഞ്ഞ 2 തവണ വീണയെ ചോദ്യം ചെയ്തപ്പോൾ വീണത് സ്ഥിരീകരിച്ചു. വീണ സ്ഥിരീകരിച്ചു. അത് തന്നെയാണ്. വീണക്ക് മറ്റു നിർവാഹമൊന്നുമില്ല. കാരണം വീണയുടെ കയ്യിൽ ഒരു തെളിവുമില്ല. ഞാൻ ശശിധരൻ കർത്താക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സേവനം നൽകിയെന്ന് പറയത്തക്ക ഒരു രേഖയും വീണയുടെ കയ്യിലില്ല. എന്തുകൊണ്ട് രേഖയില്ല? വീണൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇത് വീണക്ക് എന്താ പറയാൻ പറ്റുക? വീണക്ക് ഒരേ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ, ശശിധരൻ കർത്തയെ ഞാൻ അറിയ പോലില്ല. എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? എന്റെ അച്ഛന് വേണ്ടിയിട്ടാണ്. ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുമ്പോൾ ഇനിയുള്ള നാളുകളിൽ പിണറായി വിജയനെ കാത്തിരിക്കുന്നത് ജയിലറ തന്നെയാണ് കേട്ടോ, ഒരു സംശയം വേണ്ട. അതിന്റെ ഇടയിലാണ് പാർട്ടിയിൽ ഇപ്പൊ സെപ്റ്റംബർ 13, 14, 15 ആ തീയതി വീണ്ടും നീളുകയാണ്. സെപ്റ്റംബർ 13, 14, 15 തീയതികളിലാണ് ഈ വിശാല സംസ്ഥാന സമിതി ചേരുന്നത്. ആ വിശാല സംസ്ഥാന സമിതിയിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. അതിൽ വ്യക്തമായി പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നടപടി വരുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഇന്ന് അതിന്റെ അടുത്ത് ഗോവിന്ദൻ, മറ്റേ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നുണ്ട്, പാർട്ടി സെക്രട്ടറിയെ മാറ്റില്ല, കാരണഭൂതത്തെ മാറ്റില്ല എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട്. ഗോവിന്ദൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗോവിന്ദൻ മാത്രമല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത് ഗോവിന്ദൻ മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റംബർ മാസത്തോടെ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് കർശനമായ നടപടി പിണറായി വിജയന് എതിരെ ഉണ്ടാകും. അതിനോട് സമാന്തരമായി അതാണ് ഇ ഡി കാത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം പാർട്ടിയുടെ അടി അതിനോടൊപ്പം തന്നെ ഇ ഡിയുടെ പത്തിക്കടി എന്ന് പറയുന്ന ഒരു അടി കൂടി കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ പിണറായി യുഗം അവസാനിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഞാൻ ഇത് സംബന്ധിച്ച് നേരത്തെ 2-3 വീഡിയോകൾ ചെയ്തിരുന്നു. അതിലൊക്കെ നമുക്കൊരു സൂചന നൽകിയിരുന്നു. പിണറായി വിജയനിലേക്കാണ് ഈ അന്വേഷണം പോകുന്നത്. കാരണം അങ്ങനെ വഴിയുള്ളൂ. കാരണം വീണക്ക് മാത്രമായിട്ട് ഒരു സ്വാധീനവും കരിമണൽ കർത്താവില്ല. കരിമണൽ കർത്താവ് വീണക്ക് ഈ ഇത്രയും കോടികൾ കൊടുക്കാനുള്ള കാരണം കരിമണൽ കർത്താവിന് വേറെ ബുദ്ധിസ്ഥിരതക്ക് ഒരു തകരാറുമില്ല. അദ്ദേഹം വളരെ മിടുക്കനായ ഒരു കച്ചവടക്കാരനാണ്. കരിമണൽ കർത്താക്ക് അറിയാം എങ്ങനെ തന്റെ ഒരിക്കലും പ്രവർത്തിക്കാൻ അനുവാദമില്ലാത്ത കമ്പനി എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്ന് ശശിധരൻ കർത്താവിന് അറിയാം. കാരണം പിണറായി വിജയന്റെ കയ്യിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പച്ചക്കൊടി കിട്ടിയാൽ മാത്രമേ ഈ കമ്പനി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് ശശിധരൻ കർത്താവിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് PVക്ക് വേറെ പൈസ, PVയുടെ മകൾക്കും വേറെ പൈസ എന്നുള്ള രീതിയിൽ ശശിധരൻ കർത്ത കൊടുത്തത്. അപ്പൊ ഏതായാലും വരും ദിവസങ്ങളിൽ പിണറായി 1-ാം നമ്പർ കുരുക്കിലേക്കാണ് ചെന്ന് പെടുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.